ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അമ്മയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് അമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് നടന്നപ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാള് വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടണില്ല, ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കിട്ടുന്ന അവസരമൊക്കെ മുതലാക്കാറുണ്ട് കേട്ടോ. കൂടുതലും ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിലേക്കാണ് പോവാറ് ഒരുമിച്ച്. അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. എൻ്റെ ക്യാമറമാൻ അമ്മയാണ് കേട്ടോ. ആ ഷോട്ട് കണ്ടാലേ അറിയാം നിങ്ങൾക്ക്. പിന്നെ അമ്മ ഞാൻ വിചാരിച്ച പോലെയല്ല, സൂപ്പറായിട്ട് എടുത്തു തന്നു. അമ്മയുടെ ഉള്ളിൽ ഇത്രയും കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമോ, എടുക്കാൻ പാടുമോ, ഇത് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ അമ്മയുള്ളപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ വേണ്ടല്ലോ. വീട്ടിലെത്തി അപ്പം തന്നെ ഡ്രസ്സും മാറി ഇറങ്ങിയിട്ടോ. ഇറങ്ങിയപ്പോൾ നല്ല മഴയും, ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വെയിലുമായിരുന്നു. ഞാൻ അബീനെ കാണാൻ വേണ്ടി വന്നതാ. അവളും പിള്ളേരും ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്കുള്ള ദർശനം കൂടുന്നുണ്ട്. അപ്പൊ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് അവള് വന്നു കേട്ടാ. എന്റെ പ്രോ ഡ്രൈവർ ബീബിക്ക് മൈൻഡിലല്ലടാ. വണ്ടിയെ കയറി അപ്പോൾ തുടങ്ങിയുള്ള കത്തിവെപ്പാണ്. ബീബി ഇത് കേട്ടിട്ട് അന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അവൻ ഹായ് ഒക്കെ തരുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് മേടിക്കാൻ പോയപ്പോൾ ഞാൻ നാരങ്ങ മിഠായി കണ്ടു. അപ്പോൾ തന്നെ ഞാൻ അബിയോട് പറഞ്ഞു, അബി നാരങ്ങ മിഠായി വേണം എന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം മേടിച്ചു തന്നു കേട്ടോ. ഞാനും ബീബിയും കൂടിയിട്ട് നാരങ്ങ മിഠായി തിന്നോണ്ടിരിക്കുകയാണ്. നോക്കടാ, ആലക്കിളിസ്മിക്ക് കുഞ്ഞുമണി വ്ലോഗിലേക്ക് സ്വാഗതം. കുഞ്ഞുമണി ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇത്ര നേരം നോക്കിയിരിക്കണേ. എന്താ എക്സ്പ്രഷൻ? അയ്യോട്ടോ ഭാവം നോക്ക്. കുഞ്ഞുമണിയാണ് നമ്മുടെ താരം. കുഞ്ഞുമണി വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും ഇങ്ങോട്ടുള്ള വിസിറ്റ് കൂടിയിട്ടുണ്ട്. കുഞ്ഞുമണിയെ ശ്രദ്ധിച്ചാൽ അറിയാം, അബിയുടെ അതേ ഫേസ് കട്ടാണ് പുള്ളിക്കാരിക്ക്. മൈക്കിളിനാണെങ്കിൽ കറക്റ്റ് അവൻ്റെ പപ്പയുടെ ഫേസ് കട്ട്. അങ്ങനെ കുറെ നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവിടെ നിന്ന് പോകുന്നു. ഇത് 2 ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ വേറൊരു ദിവസത്തെ വീഡിയോയും കൂടി ആഡ് ആക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കുറച്ച് കലാപരമായ സംഭവം കാണിച്ചു തരാം. അമ്മ എവിടെ നോക്കിയപ്പോഴാണ് അമ്മ പൊരിഞ്ഞ പണിയിലാണ്. കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന അരിയാണ്. അതിൽ നിറച്ച് എന്താ കല്ലുണ്ട്, മണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഫുള്ള് വെയിലത്തിട്ടിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇരട്ടിപ്പണി ആയതുകൊണ്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല വെയിലത്ത് നിന്നിട്ടാണ് പുള്ളിക്കാരി പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചതാണ്, ചെയ്യണ്ടെന്ന് പറയും. കാരണം അമ്മയ്ക്ക് അതിലും ഇരട്ടിപ്പണിയാവും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ. അത് കാരണം എന്നെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കണേന്ന്. രാവിലെ തൊട്ട് ഫുൾ ടൈം ആള് പണിയെടുത്തോണ്ടിരിക്കും, വെറുതെ ഇരിക്കില്ല. സ്ലൈറ്റിന്റെ കഷ്ണങ്ങൾ പോലെ എന്തൊക്കെയോ കിട്ടണമെന്നാണ് പറഞ്ഞത്. അത് ഇനി പരിക്ക് തൂക്കം കൂടാൻ വേണ്ടിയിട്ടാണോ ഇടണേ, എന്തിനാണാവോ. കുറേ കല്ലും മണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതെനിക്ക് ഞാൻ ഇങ്ങനെയല്ല വീഡിയോ എടുത്തത്, ഷോർട്സ് ഒക്കെ ഇടില്ലേ, അതുപോലത്തെ വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി രസിച്ചൊരു കാര്യം അമ്മയുടെ അരി ചേറ്റുന്ന ആ ഒരു സ്കില്ലാണ്. എൻ്റെ അമ്മാമ്മയിൽ ഈ സ്കില്ലുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്കും ഈ സ്കില്ലുണ്ട്, എനിക്കില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല രസമല്ലേ അമ്മ ചെയ്യണ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെയ്യണ നല്ല ഭാഗം മാത്രം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് ആക്ച്വലി. 2 ദിവസത്തെ വീഡിയോ ഒക്കെ എടുത്ത് എന്തെങ്കിലും ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഇടാണ് ഞാൻ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ യൂട്യൂബൊക്കെ അടിച്ച് പോകും. സത്യം പറയാലോ, എനിക്ക് ഈ വീഡിയോസ് എടുക്കാനും ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ തന്നെ നല്ല മടിയാണ്. എനിക്ക് ഭയങ്കര ചമ്മലൊക്കെ കൂടി. ഒരിടയ്ക്കിടയ്ക്ക് ഭയങ്കര മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ തോന്നിയിരുന്നില്ല. അപ്പം അതിൽ നിന്നൊരു ഞാൻ ബ്രേക്ക് എടുക്കും.
എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ കംഫർട്ട് സോൺ പൊട്ടിച്ചുകൊണ്ടുള്ളൊരു സംഭവമൊന്നും ഞാൻ ചെയ്യില്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ശരിക്കും. കംഫർട്ട് സോണൊക്കെ പൊട്ടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ആവുള്ളൂ. അതെനിക്കറിയാം. പക്ഷെ ഞാൻ കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ. എന്താ മടിയുടെ ഒരു പ്രത്യേകതരം സംഭവമാണത്. ആക്ച്വലി ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ഓൺ വോയിസ് സംസാരിക്കാൻ ഭയങ്കര മടിയും ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. 4, 3, 7 പേര് മാത്രമേ എൻ്റെ വീഡിയോ കാണുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക്. അതുകൊണ്ട് ഇനി എന്ത് വേണമെങ്കിലും സംസാരിക്കാലോ. അപ്പൊ ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. ഫസ്റ്റൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ തുടങ്ങാം. അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് നോക്കാം. അപ്പൊ എന്തായാലും സൂപ്പർ വീഡിയോ ആയിട്ട് വരാട്ടെ. ഇതുപോലുള്ള തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെ മാറ്റിയിട്ട് നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.